ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ദേവാലയത്തിലേക്കാണ്. ഈ പള്ളി കാണുമ്പോൾ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് കുറവിലങ്ങാട് പള്ളിയാണെന്ന്. ഇനി അറിയാത്തവർക്കായി പറയാമേ, ഇതാണ് നമ്മുടെ മുത്തിയമ്മയുടെ പള്ളി. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വർത്തമാനം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം. ആഗോള മരിയൻ തീർത്ഥാടനത്തിനും 3 നോമ്പിനോടനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പ്രസിദ്ധമാണ് ഈ ദേവാലയം. പള്ളിയിലെ 3 നോമ്പ് തിരുനാളിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ പ്രദക്ഷിണത്തിനായി അയക്കുകയും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പള്ളിയിൽ നിന്നും മുത്തുപടികൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴും നടക്കുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും മതസൗഹാർദ്ദവും നിറഞ്ഞ ഈ ദേവാലയത്തിൽ പുരാതനമായ ഒരുപാട് വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയവും നിലകൊള്ളുന്നു. ഒരു കോട്ടയംകാരിയാണെങ്കിലും ഞാനും ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിൽ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ പള്ളിയുടെ ചരിത്രത്തെ പറ്റിയും അനേകാര്യങ്ങൾക്ക് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റിയും മ്യൂസിയത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പൗരാണിക വസ്തുക്കളെ പറ്റിയും ഒക്കെ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നു. എന്നാ പിന്നെ ഞങ്ങളോടൊപ്പം നിങ്ങളും കണ്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം. അന്നുണ്ടായിരുന്ന ദിവസം കാപ്പയാർക്കുള്ള നടത്തുന്നു. അത് മടങ്ങി ഇരിക്കുന്നതിന് ശേഷം ഇത് നോർത്ത് വെച്ചിരിക്കുന്നത് തന്നുണ്ടായിരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന വസ്തുക്കൾ ഇറങ്ങി തുടങ്ങി. നിങ്ങൾക്ക് നല്ല ഓർമ്മ അതായത് 7 സമയത്തിനിടയ്ക്ക് ആ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ചെറുതായി അടിച്ചാൽ ഇങ്ങനെ പോകും. അതാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ കേൾപ്പിക്കാം കേട്ടോണേ. കണ്ടതാണ് നമ്മുടെ താനി അഥവാ മിൻ എന്ന് പറയും. പിന്നെ ഒരുപാട് പഴയ വസ്തുക്കൾ, കാണാത്ത വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു തരുന്നത് നമ്മുടെ തിരുവോസ്തി പണ്ട് ഉണ്ടാക്കിയിരുന്നത് ആ ഒരു ഇതിലുണ്ട്. പിന്നെ അത് കട്ട് ചെയ്ത് ആ റൗണ്ട് ഷേപ്പിലാക്കുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ ഒരുപാട് വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ഈ പൊൻപണം എണ്ണുമ്പം എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഒരു പൊൻപണം, അതായത് ഒരു മഞ്ചടിക്കുരുവിൻ്റെയൊക്കെ ഉൾപ്പേ ഉള്ള ഒരു പൊൻപണം എന്ന് കണക്കൂട്ടുക. വാരിക, ഇടുക, വടിയോടുകൊണ്ട് പഠിക്കുക, നടത്തുക, മുകളിലെ വലിയ മണികൾ 3 മണികൾ കാണും. ആ 3 മണികളുടെ ഞാനിവിടെ മണിയുടെ നാക്കെ പിടിച്ചെടുത്തില്ല. അതിൻ്റെ മുകളിലത്തെ അഗ്രഹം തൂക്കിട്ടിരിക്കുന്ന ഇതുപോലുള്ള 7 ക്ലാസ് ഉപയോഗിക്കും. അത് ഡാമേജായിട്ട് നമ്മൾ എടുത്തിട്ട് കിട്ടാറുള്ളൂ. ആ ഡാമേജായ ഇതുണ്ട് കടുവനുണ്ടാക്കിയ കറിയുണ്ടാക്കിയതെന്ന് വെച്ചാൽ അതിലെ ഇവിടുത്തെ കണ്ടല്ല കറിയുണ്ടാക്കിയോ ഇല്ല പറയാ. മരമണി വെള്ളിയാഴ്ചയൊക്കെ ഈ ഇതാ വർക്കിങ്ങാണ് ആ മരമണിയില്ല, ഇത് പഴയത് നിലയിലായി ഒരു യോഗശാലയുണ്ട്. വളരെ മനോഹരമായി റൗണ്ട് ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേശയുടെ ഒരു വശത്തായി 2019 സെപ്റ്റംബർ 1 നടന്ന കുറവിലങ്ങാട് നസ്രാണി മഹാസംഗമത്തിന്റെ ഓർമ്മയ്ക്കായി അതിൽ പങ്കെടുത്ത വിവിധ സഭകളിലെ ബിഷപ്പുമാരുടെ രൂപങ്ങളിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതില് ബിഷപ്പ് അല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അതാരാണെന്നല്ലേ? അത് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറായിരുന്നു. ചുറ്റുവട്ടത്ത് തന്നെ 3 പള്ളികളുണ്ട്. ഒന്ന് ഇടവക പള്ളിയായ വലിയ പള്ളി, അതിന് തൊട്ട് കിഴക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ നാമത്തിൽ ഒരു കപ്പേള, പിന്നെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഈ പള്ളി വളരെ ചേർത്തും വലിയ പള്ളിക്ക് കിഴക്ക് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ പള്ളിയോട് ചേർന്ന് ഒരു മണിമാളികയും ഉണ്ട്. ഇതാണ് നമ്മുടെ മണിമാളിക. 3 ഭീമൻ മണികളുടെയും ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. ഈ ഓരോ മണികളും 1666, 1173, 710 കിലോഗ്രാം തൂക്കമുള്ളവയാണ്. ജർമ്മനിയിൽ നിന്ന് 1911 കൊണ്ടുവന്ന ഈ 4 മണികളിൽ ഒരെണ്ണം യാത്രാമധ്യേ കടലിൽ നഷ്ടപ്പെടുകയും ബാക്കി വന്ന 3 എണ്ണം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഭാരക്കൂടുതൽ മൂലം ആൾക്കാർ ചവിട്ടിയാണ് ഇവ നടക്കുന്നത്. ഇനിയാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ചരിത്ര പ്രസിദ്ധമായ വറ്റാത്ത നീരുറവയുള്ള കിണർ കാണുവാൻ പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കന്നുകാലികളെ മേയിച്ചു നടന്ന കാട്ടിലക
അകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യകാമറിയം ഒരു മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ നീരുറവയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അനേകായങ്ങൾക്ക് ഈ വിശുദ്ധജലം കുടിക്കുന്നതിൽ നിന്ന് രോഗശാന്തിയും മറ്റ് അനുഗ്രഹങ്ങളും ലഭിച്ചതായും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വാദിപുരയും ഒറ്റക്കല്ലിൽ തീർത്ത കൽകുരിശുമെല്ലാം ഈ ദേവാലയത്തിനോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും അനേക കാര്യങ്ങൾക്ക് മുത്തിയമ്മയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം